ക്രിസ്ത്യൻ വൈദികൻ്റെ വീട്ടിൽ ജോലിക്കാരിയായ ഇന്ദുശ്രീ മരിച്ചു. ഹിന്ദുമതത്തിൻ്റെ വിശ്വാസമനുസരിച്ച് അവർ അത് ശ്മശാനത്തിൽ കൊണ്ടുപോയി അന്ത്യകർമ്മങ്ങൾ നടത്തി. ഇത് വലിയ സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെ ഒരു വാർത്തയായിട്ടാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലെ വൈദികനായ പ്രൊഫസർ OJ ജേക്കബിൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണ് മരിച്ചത്. അവർ 88 വയസ്സ് പ്രായമുണ്ട്. പാർവതി, അവർ പായമ്മ എന്നാണ് ആ വീട്ടുകാർ വിളിക്കുന്നത്. ആ വീട്ടിലെ അച്ഛൻ്റെ ഭാര്യയും മകളും ഉള്ള സമയത്താണ് പായമ്മ അവിടെ ജോലിക്കാരിയായി വന്നത്. 4 നൂറ്റാണ്ടോളം ആ വീട്ടിൽ ജോലിക്ക് നിന്നു. ഇപ്പോൾ 88 വയസ്സിൽ അവശതയായി അവർ മരണപ്പെട്ടു. പക്ഷേ അച്ഛന് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ വീട്ടിലെ അവരുടെ ഏക മകൾ 6 വയസ്സുള്ളപ്പോഴാണ് ഈ പായമ്മ ആ വീട്ടിൽ ജോലിക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കുറേ നാൾ കഴിഞ്ഞ് മരിച്ചുപോയി. പിന്നെ ആ വീട്ടിലെ പായമ്മയും ഈ കുട്ടിയും അതുപോലെ തന്നെ ആ വൈദികനും മാത്രമേ ഉള്ളൂ. ഏകദേശം 25-26 വർഷത്തോളം പായമ്മ വീട്ടിലെ ജോലിക്കാരി. ആ കൊച്ചിൻ്റെ അമ്മ മരിച്ചപ്പം ആ കുട്ടിയുടെ അമ്മയായിട്ടും വല്യമ്മയായിട്ടും പായമ്മ ആ വീട്ടിൽ ആ കുട്ടിയെയും ആ വൈദികനെയും നോക്കി സംരക്ഷിച്ചു. കഴിഞ്ഞ ദിവസം അവർ ഒരാഴ്ച മുമ്പ് വരെ 88 വയസ്സുണ്ടെങ്കിലും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുക ഉത്തരവാദിത്വത്തോടു കൂടി. അതിനു മുമ്പ് ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. 6 വയസ്സ് വന്നു കഴിഞ്ഞപ്പം അടുത്ത കാലത്ത് ആ മകളുടെ വിവാഹം കഴിഞ്ഞു. വീട്ടിലെ ആ വൈദികൻ ഒറ്റയ്ക്കായി. അപ്പം പായമ്മയാണ് അദ്ദേഹത്തിനെ നോക്കുന്ന, ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പായമ്മ അവശതയായി ഹോസ്പിറ്റലിൽ പോയി. അവിടെ വെച്ച് പായമ്മ മരിച്ചു. ഉടൻ തന്നെ ആ ക്രൈസ്റ്റ് കോളേജിലെ അച്ഛൻ OJ ജേക്കബ് എന്ന അദ്ദേഹം പായമ്മയെ ഉടൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവരുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി. അവിടെ സജീവ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ഉടൻ തന്നെ അവിടെ വരുത്തി. ഹിന്ദു മതാചാര പ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം ആ വൈദികൻ്റെ വീട്ടിൽ വെച്ച് തന്നെ നടത്തി. അതിനുശേഷം അത് ആ എരിവേലി ശ്മശാനത്തിൽ കൊണ്ടുപോയി അവർ ഹിന്ദു ആചാരപ്രകാരമുള്ള അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അതേസമയത്ത് ഈ അച്ഛൻ്റെ കുടുംബം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത്, അവിടുന്ന് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് അവിടെ കുടുംബം നിൽക്കുന്ന സ്ഥലത്തെ പള്ളി വികാരി ഫാദർ സെബു പോൾ വെണ്ട്രപ്പള്ളി വന്ന് ക്രിസ്ത്യൻ മതാചാര പ്രകാരമുള്ള കർമ്മങ്ങളും അവിടെ നടത്തി. അതിനുശേഷമാണ് പായമ്മയുടെ ബന്ധു സജീവ് അന്ത്യകർമ്മങ്ങൾക്കായി ബോഡി അവരെല്ലാവരും അവിടുത്തെ ശ്മശാനത്തിൽ കൊണ്ടുപോയി കർമ്മങ്ങൾ നടത്തുകയും ചെയ്തത്. ഏതായാലും സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ജാതിക്ക് അതീതമായ ഒരു സംഭവമാണ് നമുക്കിതിനകത്ത് കാണുന്നത്. അത് വലിയ പ്രാധാന്യമുണ്ട്. ആ പള്ളി വികാരി ആ സ്ഥലത്തുള്ള അദ്ദേഹം വന്ന് പള്ളിയുടെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ഒരു ആൾ മരിച്ചതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നടത്തിയെങ്കിലും ആ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലെ ആ പ്രൊഫസർ വൈദികന് ഹിന്ദു മതാചാര പ്രകാരമുള്ള കർമ്മങ്ങളാണ് പായമ്മ എന്ന ഹിന്ദു സ്ത്രീയെ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന സ്ത്രീയുടെ മരണത്തോടനുബന്ധിച്ച് നടത്തിയതെന്നുള്ളതിൻ്റെ അതിൻ്റെ പ്രത്യേകത അതാണ്. മതചിന്തകളൊന്നും പള്ളിയിലെ അച്ഛനായാലും ശരി മറ്റു മതക്കാരായാലും ശരി കേരളത്തിൽ അതൊക്കെ ആ രീതിയിൽ കാണുന്ന കാഴ്ചകളൊക്കെ മൺമറിഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ജാതിക്ക് അതീതമായ മനുഷ്യബന്ധങ്ങൾ ഉണ്ടെന്ന് ഏത് സഭയിലായാലും ശരി, ഏത് പള്ളിയിലായാലും ശരി, ഏത് കമ്മ്യൂണിറ്റിയിലായാലും ശരി, പരസ്പരം മനുഷ്യനതെല്ലാം കേരളത്തിലുള്ളവർക്കെങ്കിലും അത് മനസ്സിലാകുന്നത് ഈ നാട്ടിലെ ഇന്നും ആ സ്നേഹത്തിൻ്റെയും മനുഷ്യത്തിൻ്റെയും എല്ലാ ജാതിക്ക് അതീതമായി അത് നിലനിൽക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കോലഞ്ചേരിയിൽ ഉണ്ടായത്. അതുതന്നെയാണ് ഈ വാർത്തയുടെ പ്രാധാന്യവും.